ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അടുത്ത സമയത്ത് പറയുന്നുണ്ട്, എടാ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടാക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ യൗവനത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പൈസ കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞു അറ്റ്ലീസ്റ്റ്. അപ്പം ഞാൻ പറയാം, സ്വന്തമായ വീട്, വാഹനങ്ങൾ, ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇത് ഈ ഒരു വർഷത്തിൻ്റെ അല്ല, 14 വർഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു 10-15 വർഷത്തിൻ്റെ, അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ മനസ്സിൽ ഇട്ടിങ്ങനെ ഊതിപ്പെരിപ്പിച്ച ഒരു കനലൊക്കെ നമ്മുടെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ്. ഇപ്പോൾ ചില ആൾക്കാർ ഇതൊക്കെ പറയും ഇങ്ങനെ, ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കിട്ടിയപ്പോൾ ആത്യന്തികമായിട്ട് ഇത് കിട്ടാൻ വേണ്ടി നമ്മുടെ അടുത്തൊരു എഫേർട്ടുണ്ട്. നമ്മളെ ആരും വെറുതെ വിളിച്ച് എങ്ങും കയറ്റിയതൊന്നുമല്ല. നമ്മളവിടേക്ക് എത്താൻ വേണ്ടി നമ്മളൊരു എഫേർട്ട് എടുത്തു, അതിനകത്ത് എത്തിയപ്പോഴും ഞാൻ ഉൾപ്പെടുന്ന എല്ലാവർക്കും ഈക്വൽ സ്പേസ്, നമ്മുടെ അവസരം എന്ന് പറയുന്നത് ഈക്വലായിരുന്നു, എല്ലാവരുടെയും അവസരം ഈക്വലായിരുന്നു. ആ ഈക്വൽ സ്പേസിൽ നിന്ന് ഇന്ന് കാണുന്ന അല്ലെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു എഫേർട്ട് എവിടെയൊക്കെയോ എടുത്തിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവർ നമുക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനെന്നല്ല, ആരായാലും ഈ ആത്മാർത്ഥമായിട്ട് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പിന്മാറാതിരുന്നാൽ മതി. പല ആൾക്കാരും വിജയത്തിന് അടുത്തെത്തി എന്ന് തിരിച്ചറിയാതെ പിന്മാറിപ്പോകുന്നവരാണ്. അങ്ങനെയാണ് ഈ പരാജയം പലർക്കും സംഭവിച്ചിട്ടുള്ളത്. ഈ തീരുമാനങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ് അഖിൽ? അതിന് ഒരു മുന്നോടിയായിട്ട് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ അത് എങ്ങനെ ആയിരിക്കണം, ഒരു ജീവിതത്തിൽ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? അത് ഒരു ഇൻറ്റ്യൂഷൻ പോലെ. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ പല കാര്യങ്ങളിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പം പലരും ഇങ്ങനെ പറയാറുണ്ട്, പുള്ളി ഭയങ്കര കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തിൽ സംസാരിക്കുന്നത്. അത്രയ്ക്കൊന്നും ഞാൻ പഠിച്ച് മനസ്സിലാക്കാറൊന്നുമില്ല. പക്ഷേ ഞാനൊരു വിഷയത്തിലേക്ക് പ്രതികരിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് സംസാരിച്ചോളൂ, അല്ലെങ്കിൽ നീ ആ തീരുമാനം എടുത്തോളൂ, പരാജയപ്പെടില്ല, മുന്നോട്ട് പോകൂ, നിന്റെ ഭാഗം തന്നെയാണ് ശരി. ഇതിപ്പോൾ ഇന്നൊന്നും തുടങ്ങിയതൊന്നുമല്ല കേട്ടോ. ഞാനീ പറഞ്ഞ 2000 ഏകദേശം, അതായത് ഞാൻ എന്നെ നമ്മളിപ്പോൾ നമ്മളെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് അപ്പോഴായിരുന്നു. അതിനുശേഷം ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്, ഞാൻ ഇനി ഒരു കമ്പനിയുടെയും ജോലിക്ക് പോവില്ല. എനിക്ക് അതിനുശേഷം 2016 കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അറിയപ്പെടുന്ന, ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന, ദുബായി തന്നെ ബേസ്ഡ് ആയിട്ടുള്ള വലിയ കാര്യം, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന കാര്യം ഞാനത് നിരസിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോ അവരെ അപമാനിക്കുന്നവരായിപ്പോൾ. എനിക്ക് വലിയൊരു ഓഫർ ആ കമ്പനിയുടെ ഭാഗമായിട്ട് ഞാൻ ആദ്യത്തെ ആ ഓണറുമായിട്ട് പേരുള്ള പരിചയത്തിൻ്റെ പുറത്ത് തരികയും 2016 ഞാനത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞ സമയത്തും, കാരണം ആ സമയത്തും എൻ്റെ 5 പൈസ എടുക്കാനില്ല. ഞാൻ 5 പൈസ എടുക്കാനെന്ന് വെച്ചാൽ ഈ ആഗ്രഹങ്ങൾ കൊണ്ട് അതും ഇതുമൊക്കെ ഓരോരോ കൊച്ചു കച്ചവടം ചെയ്യും, വണ്ടി കച്ചവടം, വസ്തു കച്ചവടം, മറ്റേ കച്ചവടം, കിട്ടുന്നതല്ല 500 രൂപയെങ്കിൽ 500 രൂപ, 1000 രൂപയ്ക്ക് 1000 രൂപ ഉള്ളത് പറക്കി കൂട്ടി ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് 5 ലക്ഷം രൂപയുടെ വണ്ടി പോയി എടുക്കും. എന്നിട്ട് ബാക്കി 2 ലക്ഷം കടമാവും. പിന്നെ ആ കടം വിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്നുകൂടി. അങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് മാസം വരുമാനം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ ഒരിക്കലും അന്നെടുത്ത ഡിസിഷനെ ഞാൻ മാറ്റാനേ പോയിട്ടില്ല. റിഗ്രറ്റ് തോന്നിയിട്ടേ ഇല്ല ഒരിക്കലും തോന്നി. എൻ്റെ അടുത്ത് എൻ്റെ നാട്ടിൽ അദ്ദേഹം ഒരു പഴയ വിപ്ലവകാരിയൊക്കെയാണ്. അപ്പം പുള്ളിക്കാരൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ഒരു തന്നെ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു, അഖിൽ, എ ഡേ മേ കം യു വിൽ റിഗ്രറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം അതാ ഞാൻ പറഞ്ഞത്, ആ തീരുമാനങ്ങൾ എടുക്കാൻ ആരാണോ എവിടെ ഇരുന്നോ എന്നോട് പറഞ്ഞത്, അയാൾ എന്നെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അത് ഭയങ്കര സത്യമാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും അതിങ്ങനെ എവിടെ നിന്നോ ഒരു ബാക്കപ്പ് സപ്പോർട്ട് ഞാൻ അറിയുന്നേ ഇല്ല. ഇത് പറയുമ്പോഴത്തേക്ക് ചിലപ്പം യുക്തിവാദികളൊക്കെ വന്നിട്ട് പറയാം, പിന്നെ എടാ ഒന്നുകിൽ നീ നിൻ്റെ കഴിവുകൊണ്ട് രക്ഷപ്പെട്ടേന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല, അതെനിക്ക് നല്ലോണം അറിയാം. ഇപ്പം നമ്മൾ സിനിമയുടെ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവമേ ഒന്ന് കാറ്റടിച്ചിരുന്നെങ്കിൽ, ഈ കാറ്റിനെ നിയന്ത്രിക്കുന്നത് ഞാനല്ലല്ലോ. അപ്പം അത് ഞാൻ നിസ്സാര കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മഴ പെയ്യാതിരുന്നെങ്കിൽ, ഇന്ന് നല്ല ലൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ, അതായത് ഈ സിനിമ പോലുള്ള അല്ലെങ്കിൽ ഇത്തരം മേഖലകൾക്ക് മറ്റുള്ള ഘടകങ്ങൾ, പ്രകൃതി എന്ന് പറയുന്നൊരു ഘടകം കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നിർമ്മാതാക്കളും ഒരുപാട് സംവിധായകരും ഈ നേച്ചറിൻ്റെ സപ്പോർട്ട് കിട്ടാതെ വന്നിട്ട് പരാജയങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതായത് ഇതിപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരം ചില ബാഹ്യശക്തികളുടെ സപ്പോർട്ടുകൾ പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ കാണിച്ച അഹങ്കാരത്തിന് എന്നെ പണ്ടേ നാട്ടുകാർ തല്ലിക്കൊള്ളണ്ട. അല്ല, സീരിയസ്ലി. എന്ന് വെച്ചാൽ ആ രീതിയിൽ ഞാനിങ്ങനെ വെച്ചാൽ ഒരു കയ്യിൽ ഒന്നുമില്ലാത്തവൻ്റെ ഒരു അപാര കോൺഫിഡൻസിൽ പോയിട്ട് ആവശ്യമുള്ള ഇതിനും ഇല്ലാത്തതിനുമൊക്കെ വലിയ കക്ഷികളുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, രാത്രിയിലൊക്കെ ഏത് നിമിഷവും ഒരാൾ നമ്മളെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന മൊത്തം ആ സമയത്ത് എൻ്റെ കയ്യിലിരിപ്പിന് അതിൽ നിന്നൊക്കെ എന്നെ ആര് രക്ഷിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും കയറി പല പ്രശ്നങ്ങളും പലയിടത്തും ഉണ്ടാക്കിയിട്ടുള്ള സമയത്തും എനിക്ക് എന്തുകൊണ്ട് വലിയ കേസുകൾ വന്നിട്ടില്ല. കാരണം വലിയ കേസുകൾ വരത്തക്ക പ്രശ്നങ്ങളിൽ പോയി ഞാൻ ചാടിയിട്ടുണ്ട്. പക്ഷേ എവിടെ നിന്നോ അവിടെ നിന്നൊക്കെ എന്നെ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു.
അതായത് ഒരു നമ്മുടെ ജീവിതം തകരത്തക്ക ഒരു ലോക്കിലേക്ക് ഞാൻ പോയി പെട്ടിട്ടില്ല. പക്ഷെ പെടത്തക്ക സാഹചര്യങ്ങളിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഈ തട്ടിപ്പും വെട്ടിപ്പും രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന പല ആൾക്കാരും പല രീതിയിലും നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഒരു ദുർബല നിമിഷത്തിൽ ഇനിയിപ്പോൾ ആരാലോചിക്കാനാണ്, ഇതിപ്പോൾ എന്നാൽ പിന്നെ അങ്ങ് പോയേക്കാം. 2012 ഒക്കെ ഒരു പെൺകുട്ടി എനിക്ക് അന്ന് ഇൻസ്റ്റാഗ്രാം അല്ല ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചാൽ അതായത് എന്നാൽ ഇച്ചിരി ഒന്ന് സൊള്ളിയേക്കാം എന്നുള്ള ചിന്തയിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് ചിന്തിക്കുന്നത് 2020 രക്ഷപ്പെടും. അപ്പോൾ ഇവർ സ്ക്രീൻഷോട്ടും കൊണ്ട് വന്നാലോ, വേണ്ട കൊടുക്കത്തില്ല. അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ പലതിനും ഇങ്ങനെ ചിന്തിക്കും. ഇമേജ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അതായത് ഭാവിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി മാറേണ്ട ഒരാളാണെന്നും അതുകൊണ്ട് ഒരുപാട് മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കണം. ഇത് പറയുമ്പോൾ ആ സമയത്ത് ഞാനൊന്നും അല്ല. പക്ഷേ അത് ഗുണം ചെയ്ത് എപ്പോഴാണെന്നറിയാം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിൽ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹേറ്റേഴ്സ് പുറത്ത് സൃഷ്ടിക്കപ്പെടും. ഈ ഇന്നലകളിൽ അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള പല തെമ്മാടിത്തരങ്ങളും പുറത്തു വരാൻ ഭയങ്കരമായ സാഹചര്യം ഒരുക്കത്തക്ക ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് വരാതിരുന്നു എന്ന് ചോദിച്ചാൽ വരാനൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ പലതും പറയുമ്പോഴും അല്ലെങ്കിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിച്ചോ പറ്റിച്ചോ മറ്റു രീതിയിലോ അല്ല അനധികൃതമായിട്ടോ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ്. അല്ലാതെ എവിടെ നിന്ന് ധൈര്യം വരും? പലരും നിശബ്ദത പാലിക്കുന്ന എന്തുകൊണ്ടാണ്? അവർക്ക് നഷ്ടപ്പെടാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മറ്റു പലതും പുറത്ത് വരും എന്നുള്ളൊരു ഭയമൊക്കെ കൊണ്ടാണ്. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ജീവിച്ചതും ഈ തീരുമാനങ്ങൾ എടുത്തപ്പോൾ ആ എടുത്ത തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തിയും കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ സക്സസ് ആവാൻ പറ്റില്ല. പല ആൾക്കാർക്കും തീരുമാനമൊക്കെ എടുക്കാൻ പറ്റും, പ്രവർത്തിക്കത്തില്ല. പ്രവർത്തിക്കുക എന്ന് പറയുന്നിടത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെടുക എന്ന് പറയുന്നതല്ല കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാരുടെ ധാരണയുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാറമടയിൽ പണിയെടുക്കുന്ന ഒരാൾ കഷ്ടപ്പെടുകയാണ്. അല്ല, ഒന്ന് അധ്വാനിച്ച് പെരുവെയിലത്തിൽ നിന്ന് പാറ പൊട്ടിക്കുന്നു, അയാൾക്ക് 1500 ശമ്പളമേ കിട്ടത്തുള്ളൂ. 1 മണിക്കൂർ ഒരാൾ പോയി പഠിപ്പിച്ചാൽ അയാൾക്ക് 1500 രൂപ ചിലപ്പോൾ കിട്ടും. ഒരു മാസത്തിൽ ഒരു വസ്തു കച്ചവടം ചെയ്യുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർക്ക് ചിലപ്പം 1.5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ കിട്ടാം, അല്ലെങ്കിൽ 1.5 കോടിയും കിട്ടാം. മറ്റേവൻ തട്ടിച്ചും പിടിച്ചും ഉണ്ടാക്കിയ പൈസയൊന്നും അല്ലത്. അവൻ്റെ തലച്ചോറിനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഫലമായിട്ടാണ് അവന് 1.5 കോടി അല്ലെങ്കിൽ 15 ലക്ഷം ഉണ്ടാക്കുന്നത്. ഒരു അധ്യാപകൻ അയാളുടെ കഴിവിനനുസരിച്ച് അയാൾ ഒരു മണിക്കൂറിൽ 1500 ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു പാറമടയിൽ പാറ പൊട്ടിക്കുന്ന ഒരാൾക്ക് അയാൾ ഫിസിക്കലി അധ്വാനം എടുക്കുന്നു, അയാൾക്ക് 1500 ഉണ്ടാക്കാൻ പറ്റില്ല. 3 പേരും അധ്വാനിക്കുക, 3 തലത്തിലാണെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം നീ എന്ത് കഷ്ടപ്പെട്ടു? ഇപ്പം എന്നെക്കാളും കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്. 18 വർഷവും 20 വർഷമൊക്കെ മലയാള സിനിമയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ പോലും സംവിധാനം ചെയ്യാൻ പറ്റാതെ ഇന്നും ജീവിതത്തിലൊന്നും ആകാൻ പറ്റാത്ത നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് പറ്റിയൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ കഷ്ടപ്പെടുക എന്നുള്ളതല്ല, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തിരിച്ചറിയുക കൂടി വേണം, അതായത് നമ്മളെ കൊണ്ട് പറ്റുമോ. ഇപ്പം ഞാനൊരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും 35 വയസ്സ് ഞാൻ എടുത്തൊരു ഡിസിഷനാണ്. 35 വയസ്സ് ഒരു ഡെഡ് ലൈൻ ആക്കി ഇട്ടു. ആ 35 വയസ്സ് വരെ പരിശ്രമിക്കാം, രക്ഷപ്പെട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം. തിരിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര ഒരു പരാജയപ്പെട്ടവനെ പോലെ എല്ലാവരുടെയും മുന്നിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും ആൾക്കാരെ വെറുപ്പിച്ചു. അവരെല്ലാവരും പിന്നെ നിനക്ക് വേറെ പണി എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് പരാജയപ്പെട്ടവനെ പോലെ തിരിച്ച് ചെന്നിട്ട് 35 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും പോയി ജോലി എടുക്കാൻ പറ്റും, പിന്നെ സമാധാനം കിട്ടും. നമുക്ക് 1 മണിക്കൂർ പോലും നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല. പിന്നെ ഒരു ജീവിതം